ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ഡെക്കറേഷന് വേണ്ടിയുള്ളതാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എഗ്ഷെല്ല്, നൂല്, വൈറ്റ് പേപ്പർ പീസ്, പെൻസില്, കത്രിക, പശ, ഈ 3 കളേഴ്സ്. ആദ്യം ഈ നൂലൊന്ന് ഒട്ടിക്കണം. അതിനുവേണ്ടി ഇതൊന്ന് 4ആയിട്ടൊന്ന് മടക്കാം. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണം അതിനനുസരിച്ചുള്ള നൂലെടുക്കുക. പിന്നെ കട്ടിയുള്ള നൂലുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ഇതൊന്ന് 4 കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. കട്ടിയുള്ള നൂലുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഈ പേപ്പർ പീസ്, ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ പീസാണ്. അതായത് നമ്മുടെ A4 ഷീറ്റ്, ആ പേപ്പറിൻ്റെ ഒക്കെ അതേ കട്ടിയാണ്. ഇതൊന്ന് 4ആയിട്ട് മടക്കി ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന എഗ്ഷെല്ലിൻ്റെ ഹോളിനനുസരിച്ച് ആ ഹോള് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹോള് നോക്കി വേണം ഈ പേപ്പർ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇത്രയും മതിയാവും. ഏകദേശം കറക്റ്റാണ്. ഈ രീതിയിൽ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഈ നൂല് നമുക്ക് എഗ്ഷെല്ലിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഗൺ ഗ്ലൂ ഉള്ളവർ അതുപയോഗിച്ച് ഒട്ടിക്കുക. ഇനി ഇതിൽ പശ തേച്ച് ഇതൊന്ന് എഗ്ഷെല്ലിൻ്റെ ഉള്ളിലോട്ടായിട്ട് വച്ചൊട്ടിച്ചു കൊടുക്കുക. ഈ രീതിയിൽ വെച്ചൊട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അറ്റത്ത് 2 കെട്ട് ഇടണം. ഈ കെട്ടിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പേപ്പർ പീസ് ഒട്ടിക്കുന്നത്. അത് നോക്കി വേണം കെട്ടിടാൻ. ഈ രീതിയിൽ 2 കെട്ട് ഇടണം. ഇനി ഈ പേപ്പർ പീസിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കണം. ഇനി ഈ പേപ്പർ ഈ നൂലിലൂടെ എഗ്ഷെല്ലിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ആ കെട്ടിൻ്റെ അടുത്ത് ശകലം പശ തേച്ച് ഈ പേപ്പറിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് എഗ്ഷെല്ലിലും പശ തേച്ച് ഈ പേപ്പർ പീസ് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ പേപ്പറിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റായിട്ട് പേപ്പർ പീസ് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിനുവേണ്ടി സൈഡെല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പേപ്പർ എഗ്ഷെല്ലിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് 3ആയിട്ട് മാർക്ക് ചെയ്യുക.
നമുക്ക് 3 കളറാണ് വേണ്ടത്. അതിനുവേണ്ടി 3 ഭാഗമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടിഭാഗത്ത് പച്ച കൊടുക്കാം. ഈ ഗ്രീനിൻ്റെ മുകൾ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കേണ്ട, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ രീതിയിൽ അടിഭാഗം മൊത്തമായിട്ട് ഒന്ന് കളർ ചെയ്യാം. കളർ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ഓറഞ്ച് ചെയ്യണം. ഇത് ആ പേപ്പർ പീസും നമ്മൾ ഓറഞ്ച് കളർ ചെയ്യണം. ഈ രീതിയിൽ വളഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാതെ വളച്ചൊക്കെ കളർ ചെയ്യുക. ഈ രീതിയിൽ പേപ്പർ പീസ് ഒട്ടിച്ച ഭാഗം മുഴുവനായിട്ട് ഓറഞ്ച് വെച്ച് കളർ ചെയ്യുക. ഇപ്പോൾ ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചക്രം വരയ്ക്കണം. 2 സൈഡിൽ ചക്രം വരയ്ക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നീട് സ്കെച്ച് പെൻസിൽ ഉപയോഗിച്ച് ഒരു റൗണ്ട് വരയ്ക്കാം. ഇനി ഇതൊന്ന് കട്ടി കുത്തി കൊടുക്കാം. ഇനി സെന്ററിൽ ഒന്ന് കുത്തിട്ട് കൊടുക്കാം. പിന്നീട് ഈ രീതിയിൽ ലൈൻസ് വരയ്ക്കാം. ചക്രം റെഡിയായി. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്തതും വരയ്ക്കാം. അപ്പോൾ 2 സൈഡും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നൂലിൽ വേണമെങ്കിൽ കളർ ചെയ്യാം. ഞാൻ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.